കണ്ണൂരിലെ ഇരിട്ടി എന്ന നാട്ടിൽ നേരം രാവിലെ 6:30 കുമാർ എന്ന 25 വയസ്സുകാരൻ പാടത്തു കൂടി നടക്കുകയാണ്. അപ്പോഴാണ് കുമാറിന് ഭയങ്കരമായിട്ടൊരു ദുർഗന്ധം അടിക്കുന്നത്. കുമാർ ചുറ്റും നോക്കി. ഇവിടെ എങ്ങാനും വല്ല ജീവിയും ചത്തു കിടക്കുന്നതായിരിക്കും എന്ന് കരുതിയിട്ട് കുമാർ വീണ്ടും നടത്തം തുടർന്നു. അപ്പോഴേക്കും ശക്തമായ ദുർഗന്ധം വീണ്ടും അടിക്കുകയാണ്. കുമാർ അങ്ങനെ ആ പാടത്തിൻ്റെ സൈഡിലുള്ള ഒരു കിണറ്റിൽ നിന്നാണ് ഈ നാറ്റം വരുന്നതെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നിട്ട് ആ കിണറ്റിൻ്റെ അകത്തേക്ക് അയാൾ എത്തിയൊന്ന് നോക്കി. ആ കിണറ്റിൽ കണ്ട കാഴ്ചയിൽ ഒരു ഏങ്ങലോടെ കുമാർ പിറകോട്ട് വീഴാൻ പോയി. എന്തായിരിക്കും കുമാർ അവിടെ കണ്ട ആ കാഴ്ച? ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കുമാർ ഉടനെ തന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തിട്ട് ആദ്യം സ്വന്തം വീട്ടുകാരെ വിളിച്ച് വിവരം പറഞ്ഞു. പിന്നീട് നാട്ടുകാരും പോലീസും എല്ലാം എത്തി. അവിടെ എല്ലാവരും കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ഒരു സ്ത്രീ സാരി കഴുത്തിൽ മുറുകിയ നിലയിൽ കിണറ്റിനുള്ളിൽ മരിച്ച് വീർത്ത് കിടക്കുകയാണ്. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത ആ സ്ത്രീയുടെ കണ്ണൊക്കെ മീന് തിന്ന അവസ്ഥയിലായിരുന്നു. കയ്യിൽ രാജു എന്ന് പച്ചയും കുത്തിയിട്ടുണ്ട്. പോലീസ് അവിടെ വച്ച് തന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തി ഓട്ടോപ്സി നടത്തുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് വരികയും ചെയ്തു. 28 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. മരണകാരണമായിട്ട് പറയുന്നത് കഴുത്ത് ഞെരിച്ചാണ് അവർ മരണപ്പെട്ടതെന്നാണ്. 3 ദിവസം പഴക്കവും ഉണ്ട് മൃതദേഹത്തിന്. ഓട്ടോപ്സി റിപ്പോർട്ട് കയ്യിൽ വച്ചിട്ട് തന്നെ പോലീസ് ഈ കില്ലറിനെ കണ്ടുപിടിക്കുന്നതിന് പകരം മരിച്ചുപോയ ഈ സ്ത്രീയുടെ ഹിസ്റ്ററി ആദ്യം അന്വേഷിക്കുകയാണ്. ഈ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് ആ തോട്ടത്തിൻ്റെ അടുത്തൊക്കെയുള്ള വീടുകളിൽ ചെന്നിട്ട് ആരെങ്കിലും ഇവരെ ഈ ഇടയ്ക്കെങ്ങാനും സംശയാസ്പദമായിട്ട് രീതിയിൽ ഇവിടെയൊക്കെ കണ്ടിരുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആരും ഇവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ, ആ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അങ്ങനെയും ഒരു കേസും ആ ഇടയ്ക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പച്ചകുത്തിയ സ്ത്രീയെപ്പറ്റി ഇങ്ങനെ പോലീസ് പരതി കൊണ്ട് നടക്കുമ്പോഴാണ് ഒരമ്പലത്തിൽ പിച്ച എടുത്തുകൊണ്ടിരുന്ന ഒരു പിച്ചക്കാരൻ എഴുന്നേറ്റിട്ട് അയാളുടെ പിച്ചപാത്രത്തിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് പോലീസിന് നേരെ നീട്ടി ചോദിക്കുകയാണ്, ഇവരാണോ ആ സ്ത്രീ എന്ന്. പോലീസ് ഞെട്ടിപ്പോയി. ഇയാൾക്കിത് എവിടുന്ന് കിട്ടി? അപ്പോൾ ആ പിച്ചക്കാരൻ പറഞ്ഞു, സാറേ, ഈ അമ്പലത്തിൽ സ്ഥിരം തൊഴാൻ വരും ഈ സ്ത്രീ. ഇവർ വരുമ്പോഴെല്ലാം 2 കുട്ടികളെയും ഇവർക്കൊപ്പം കാണും. വരുമ്പോഴൊക്കെ എനിക്ക് എന്തേലും തരികയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ബാഗിൽ നിന്ന് വീണ ഫോട്ടോയാണ് ഇത്. ഇവർ നാളെ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിരുന്നു. പക്ഷേ ഇവർ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേയില്ല. ഒടുവിൽ പോലീസിന് അവരെപ്പറ്റി കുറച്ച് വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുകയാണ്. ആ സ്ത്രീ വാടകയ്ക്കാണ് ആ സ്ഥലത്ത് താമസിച്ചിരുന്നതെന്നത്. അങ്ങനെ ആ വീട്ടിൽ ചെന്നിട്ട് ഹൗസ് ഓണറെ കണ്ടപ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. അതായത് ഈ സ്ത്രീയുടെ പേര് ശോഭ എന്നാണ്. ഇവർക്ക് 6 വയസ്സുള്ള ഒരു മകനും 3 വയസ്സുള്ള ഒരു മകളുമാണ് ഉള്ളത്. ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ശോഭയ്ക്ക് ഒരു സഹോദരനുണ്ട്, മഞ്ജുനാഥ് എന്നാണ് അയാളുടെ പേര്. അയാൾ കർണാടകയിലെ തുംകൂറിലാണ് താമസിക്കുന്നത്. അയാളാണ് ശോഭയും 2 മക്കളെയും ഈ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ അഡ്വാൻസ് തുകയും 2 മാസത്തെ വാടക മുൻകൂറായിട്ട് മഞ്ജുനാഥ് കൊടുത്തിട്ടാണ് തിരിച്ചു പോയത്. മഞ്ജുനാഥ് എല്ലാ മാസത്തെ വാടകയും കറക്റ്റായിട്ട് ഹൗസ് ഓണറുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അയാളുടെ നമ്പരൊക്കെ ഹൗസ് ഓണറിന് കൊടുത്തിട്ടാണ് പോയത്. കറക്റ്റായിട്ട് ഹൗസ് ഓണർ മഞ്ജുനാഥിനെ വിളിക്കുകയും അക്കൗണ്ടിൽ പണം എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വാടക കിട്ടാതെയായി. വിളിക്കുമ്പോഴെല്ലാം ഫോൺ എടുക്കാത്ത അവസ്ഥയായി. തുടർന്ന് ഹൗസ് ഓണർ ശോഭയോട് വാടക ചോദിക്കാൻ തുടങ്ങി. മഞ്ജുനാഥ് വാടക അയച്ച് തരാത്തതെന്തെന്ന് ചോദിച്ചപ്പോൾ ശോഭ പറഞ്ഞത്, ചേട്ടൻ എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്നതൊന്നും ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അവർ തടഞ്ഞിട്ടാവും ചേട്ടൻ പൈസയൊന്നും അയച്ചു തരാത്തത് എന്നാണ്. അങ്ങനെ വീണ്ടും മാസങ്ങൾ പോയി. സഹികെട്ട ഹൗസ് ഓണർ ഒരു ദിവസം ശോഭയോട് വീടൊക്കെ ഒഴിഞ്ഞു മാറാൻ പറയുകയാണ്. എന്നിട്ട് അയാൾ സാധനങ്ങളൊക്കെ എടുത്ത് മുറ്റത്തെറിയാൻ തുടങ്ങി. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ശോഭ പറഞ്ഞു, ചേട്ടനെ ഫോൺ വിളിച്ച് തരാം, ചേട്ടനോട് നിങ്ങൾ തന്നെ സംസാരിക്കൂ എന്ന്.
അങ്ങനെ മഞ്ജുനാഥ് ഹൗസ് ഓണറിനോട് ഞാൻ ഈ മാസം എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ കുടിശ്ശിക മുഴുവനും തന്ന് തീർക്കാം എന്ന് വാക്ക് പറയുകയാണ്. ഇതിനിടയിലാണ് ശോഭ മരിച്ചത്. ഹൗസ് ഓണർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മഞ്ജുനാഥിനെ പോലീസ് കണ്ടെത്തുകയാണ്. മഞ്ജുനാഥ് പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്. ശോഭയും കുട്ടികളും ഭർത്താവ് രാജുവും തുങ്കൂറിലാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് രാജു ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. അയാൾ ജോലിക്കൊന്നും പോകുകയൊന്നുമില്ല. വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ രാജു വീട്ടിൽ നിന്നും ഒരൊറ്റ പോക്കാണ്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു മടങ്ങി വരും. അപ്പോഴും ഈ മദ്യപാനവും പിന്നെ ഉള്ള വഴക്കും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം മഞ്ജുനാഥിനോട് ഈ രാജുവുമായിട്ട് ഇനി ഒത്തുപോകാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെയും മക്കളെയും സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറ്റണമെന്ന് ശോഭ ആവശ്യപ്പെടുകയാണ്. അത് പ്രകാരമാണ് ശോഭ കണ്ണൂരിലെത്തുന്നത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് രാജു കണ്ണൂരിലെ വാടക വീട് തപ്പിപ്പിടിച്ച് അവിടേക്ക് വന്നു. ശോഭയോട് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുകയാണ്. ഞാൻ ഇനി മദ്യപിക്കില്ല, ജോലിക്കൊക്കെ പോയി നിന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കാം എന്നൊക്കെ പറയുന്നെങ്കിലും ശോഭ അതിനൊന്നും തയ്യാറാകുന്നില്ല. ഒടുവിൽ രാജു മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ശോഭ അതിനെ എതിർക്കുകയും ചെയ്തു. ഇതോടെ അയാൾക്ക് ദേഷ്യം കയറി. അയാൾ പറഞ്ഞു, നിന്നെ കൊന്നിട്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോകും എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ആരും രാജുവിനെ കണ്ടിട്ടില്ല. ഇത്രയുമാണ് മഞ്ജുനാഥ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ഇതൊന്നും അത്ര വിശ്വാസത്തിലെടുക്കുന്നില്ല. അധികം താമസിയാതെ രാജുവിൻ്റെ ബോഡി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് പാതി കരിഞ്ഞ നിലയിൽ പോലീസിന് കിട്ടുകയാണ്. അപ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡിലെ ഒരു ഓട്ടോക്കാരൻ ആ നിർണായക വിവരം പോലീസിനോട് പറയുന്നത് ശോഭയ്ക്കൊരു രഹസ്യക്കാരൻ ഉണ്ടായിരുന്നുവെന്ന്. ആ ആളെ മിക്ക ദിവസവും ഓട്ടോയിൽ കൊണ്ടെത്തിച്ചിരുന്നത് ആ ഓട്ടോക്കാരനായിരുന്നു. അതോടെ പോലീസിന് സംശയങ്ങൾ കൂടി. ഒടുവിൽ പോലീസ് ആ രഹസ്യക്കാരനെ കണ്ടുപിടിക്കുകയാണ്. അയാളാണ് മഞ്ജുനാഥ്. സഹോദരനെന്നും പറഞ്ഞ് ശോഭ എല്ലാവരോടും പറഞ്ഞ ആള്. പോലീസ് വരെ ഞെട്ടിപ്പോയി. പിന്നീട് പോലീസ് മഞ്ജുനാഥിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് സത്യാവസ്ഥ എല്ലാം പുറത്തു വരുന്നത്. ഈ മഞ്ജുനാഥും ശോഭയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഭാര്യയും 2 മക്കളുമുള്ള മഞ്ജുനാഥിന് രാജുവിനു പകരം ശോഭയുടെയും മക്കളുടെയും ചിലവും കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നു. അയാൾക്ക് പണം ഒന്നിനും തികയാത്ത അവസ്ഥയായി. അങ്ങനെയാണ് അയാൾ വാടക പൈസയും പോലും കൊടുക്കാതെ മാറി നിന്നത്. എന്നാൽ ശോഭ അയാളെ ഭീഷണിപ്പെടുത്തി. മഞ്ജുനാഥിൻ്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കവേ രാജുവിനെ ഒരു ദിവസം ഈ ശോഭ വിളിക്കുകയാണ്. എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, എന്നെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകണമെന്ന്. അത് കേട്ടതും എല്ലാം മറന്നിട്ട് ഈ രാജു ഓടി വന്നു. അങ്ങനെ ശോഭയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി അവളെ താങ്ങിപ്പിടിച്ച് റോഡിലിറങ്ങുമ്പോൾ മഞ്ജുനാഥ് ഓട്ടോയുമായി കറക്റ്റ് സമയം പ്ലാൻ ചെയ്തു വച്ചതുപോലെ അവിടെ നിന്നു. ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കവേ വിജനമായ ഒരു സ്ഥലം എത്തിയപ്പോൾ മഞ്ജുനാഥ് ഓട്ടോ നിർത്തി. എന്നിട്ട് രാജുവിനെ ആ ഓട്ടോയിൽ നിന്നും താഴെ ഇറക്കി. വയറുവേദന അഭിനയിച്ച ശോഭയും താഴെ ഇറങ്ങി. രാജുവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കയ്യിലെ ഒരു കയറെടുത്ത് അയാളുടെ കഴുത്തിൽ കുരുക്കുകയാണ് 2 ആളും ചേർന്നിട്ട്. അതിനുശേഷം അയാളുടെ ശരീരം കത്തിച്ചു കളയുകയാണ്. എന്നാൽ ആ ശരീരം പാതി മാത്രമേ കത്തിയുള്ളൂ. പിന്നീട് മഞ്ജുനാഥ് ചിന്തിക്കുകയാണ്, ശോഭ എന്തായാലും തൻ്റെ ജീവിതത്തിന് ഭീഷണിയാണ്, ഇനി അവളെ വച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ ഒരു ദിവസം ശോഭയുടെ വീട്ടിൽ ഈ മഞ്ജുനാഥ് തങ്ങിയിട്ട് രാത്രിയായപ്പോൾ ശോഭയെയും അവരുടെ സാരി ഉപയോഗിച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലുകയാണ്. ഇതിന് ശേഷമാണ് ഇയാൾ കിണറ്റിൽ കൊണ്ട് തള്ളുന്നതും. ആ 2 മക്കളെയും നീ കൊന്നോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അതിനെനിക്ക് മനസ്സ് വരാത്തത് കൊണ്ട് മുംബൈയിലേക്ക് ട്രെയിൻ കയറി ട്രെയിനിൽ ഉറങ്ങിയ കുട്ടികളെ ഉപേക്ഷിച്ച് താൻ കടന്നു കളഞ്ഞു എന്നാണ്. ഉടൻ തന്നെ പോലീസ് കുട്ടികളെ അന്വേഷിച്ചപ്പോൾ ട്രെയിനിൽ വച്ചിട്ട് ഈ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ട ഒരു നല്ല യാത്രക്കാരൻ അവരെ റെയിൽവേ പോലീസിന് കൈമാറി എന്നറിഞ്ഞു. അവിടുത്തെ റെയിൽവേ പോലീസ് കുട്ടികളെ കുട്ടികളുടെ മന്ദിരത്തിൽ ചേർത്തിരുന്നു. പിന്നീട് കേരള പോലീസ് അവിടെ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് കർണാടകയിലെ ശിശുമന്ദിരത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള അച്ഛനമ്മമാരെ കിട്ടുന്ന കുട്ടികളുടെ കാര്യമാണ് പരമ കഷ്ടം. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.